So once again, good morning everyone. നല്ലൊരു ഞായറാഴ്ചയായിട്ട് വീട്ടിൽ കിടന്നിറങ്ങുക അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുന്നതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത്? എന്തിനാ? ഏതാണ്? തൊഴിൽ വീതി കിട്ടാൻ വേണ്ടിയിട്ടാ? പിന്നെന്തിനാണ്? ബിരിയാണി കിട്ടുന്നുണ്ട് ഇവിടെ? ബിരിയാണി ഉണ്ടാ? ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല? അപ്പോൾ എന്തോ സംതിങ് യു വോണ്ട് റൈറ്റ്? വെറുതെ വന്നതല്ല എന്ന് എന്തായാലും അറിയാം. ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ദർ ഇസ് എ സ്പാർക്ക് ഇൻസൈഡ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വന്നത്. എനിവേ, ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വെനസ്ഡേ സസ്യേദ് കോളേജിൻ്റെ അലൂമിനി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അലൂമിനി മീറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 82-ൽ പഠിച്ചൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഡോക്ടർ ഷക്കീൽ അഹമ്മദ് IAS. ആള് നാഗാലാൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തു, അപ്പോയിൻറ്റഡ് ആയി. ആൾക്കൊരു അനുമോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് സർസേരിൽ പഠിച്ച കുറേ ആൾക്കാർ ഒത്തുകൂടി. അതിൽ ഞാനുണ്ടായിരുന്നു. ആൻഡ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ് IAS വാസ് മേഡ് എ സൂപ്പർ സ്പീച്ച്. ഒരു 1 hour സ്പീച്ചിൻ്റെ നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കണം കേട്ടോ. സച്ച് എ വണ്ടർഫുൾ സ്പീച്ച്, ലൈക്ക് എ പോയം, എവറിത്തിങ്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർസേദിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഫാക്കൾട്ടീസ്, അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൾട്ടീസ് എല്ലാവരും എനിക്കറിയുന്ന ആൾക്കാരാണ്. എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് പറഞ്ഞെന്താ അറിയാം, സാർ നമ്മൾക്ക് സസ്യേദ് കോളേജിൽ BCom പഠിക്കുന്ന കുട്ടികൾക്ക്, BBA പഠിക്കുന്ന കുട്ടികൾക്ക് CA or ACCA സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കുറേ കാലം മുമ്പേ തുടങ്ങിയതാണ്. എന്ത്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് CA ACCA വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ അന്നും പറഞ്ഞു ഷാനവാസ് സാറിനോട്. ഷാനവാസ് സാർ ഈസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നൗ. ഷാനവാസ് സാറിനോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, it's very easy to start. It's very easy to start CA or ACCA in Sarsed College, but I am not sure about making results. നിങ്ങൾക്ക് വെറുതെ തുടങ്ങാം, നോ പ്രോബ്ലം. നമുക്ക് കുട്ടികളോട് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോഗ്രാം തുടങ്ങാം. ബട്ട് ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദ റിസൾട്ട്സ്. സാർ പക്ഷേ അതെന്തുകൊണ്ട് സാർ അങ്ങനെ പറയുന്നത്? സാർ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളോടും അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കൂടുതൽ കുട്ടികളും കോളേജിൽ പോകുന്നത് എന്തിനാ? സിമ്പിൾ, അടിച്ചു പൊളിക്കുക. ദിസ് ഈസ് ദ മെൻറ്റാലിറ്റി. എനിക്കറിയില്ല നിങ്ങളെല്ലാവരും അങ്ങനെയാണോ കരുതുന്നത്, എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോളേജിലേക്ക് പോകുന്നത് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആൻസർ പറഞ്ഞത്. എന്ത്, ഇറ്റ്സ് ഈസി ടു സ്റ്റാർട്ട് ബട്ട് നോട്ട് വെരി ഷുവർ അബൌട്ട് ദ റിസൾട്ട്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് എന്തിനാണോ പോകുന്നത്, നമ്മൾ ഈ ജീവിതം എങ്ങനെയാണ് ജീവിച്ചു തീർക്കുന്നത്, ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് എ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. സോ അൺലെസ് യു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, യു കനോട്ട് റീച്ച് എനിത്തിങ്. സോ അവിടെ എനിക്ക് മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാത്തൊരു കുട്ടികൾക്ക് CA ACCA ക്ലാസ് കൊടുത്തിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി ഐ എം നോട്ട് എ സൂപ്പർമാൻ. സോ ദ ബേസിക് തിങ് വാട്ട് ഐ നീഡ് ടു ഹാവ് ഈസ് ദ മൈൻഡ് സെറ്റ്. ഇഫ് യു ഹാവ് ദാറ്റ് റൈറ്റ് മൈൻഡ് സെറ്റ്, ഓഫ് കോഴ്സ് യു ക്യാൻ മേക്ക് ദ സക്സസ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് CA or ACCA. Anything in your life, if you want to get the success, if you want to make any changes in your life, the core thing is your mindset. So adaneyanu njan first address cheythathu. I hope or I believe that you have got that mindset. That's why you are here today. Yes or no? That's up to you. Maybe നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്നതായിരിക്കാം, ആരെങ്കിലും തള്ളി വന്നതായിരിക്കാം. ഷക്കീൽ അഹമ്മദ് സാർ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെഷനിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അറിയോ, ആളുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരു കുട്ടി വെള്ളത്തിൽ വീണു. ആ വെള്ളത്തിൽ വീണ കുട്ടീനെ രക്ഷിച്ചതിൻ്റെ അവാർഡ് കിട്ടി. വെച്ചാൽ ഒരു കുട്ടി വെള്ളത്തിൽ വീണപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ചാടി ഇങ്ങനെ കുട്ടീനെ രക്ഷിച്ചു. അപ്പം തന്നെ ആൾക്കാർ ആളെ ഒന്ന് സെറ്റായി ഒന്ന് അനുമോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഈ രക്ഷിച്ച ആൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താ അറിയോ, ആരാ എന്നെ തള്ളിയിട്ടത്? ആരാണ് എന്നെ തള്ളിയിട്ടതെന്ന് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? മൂപ്പര് രക്ഷിക്കാൻ വേണ്ടി ചാടിയതല്ല, ആരോ തള്ളിയിട്ടതല്ലേ. സത്യത്തിൽ ആ ഒരു കഥ ഷക്കീൽ അഹമ്മദ് സാർ അവിടെ പറയുന്ന സമയത്ത് ഐ ഹാവ് ഗോട്ട് സോ മെനി കണക്ഷൻസ്. എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്, മിസ്റ്റർ കാസർഗോഡിലെ പയ്യൻ്റെ പേരെന്താ, നമ്മൾ ബുള്ളറ്റ് ഗിഫ്റ്റ് കൊടുത്തേ, അക്ഷയ്. അക്ഷയ്ക്ക് CA ഫൈനലിൽ റാങ്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ബുള്ളറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റായിട്ട്. അതുകൊണ്ട് എനിക്ക് ഓർമ്മ. ഈ അക്ഷയ് IIM എത്തിയത് എങ്ങനെയാണെന്നറിയോ, അക്ഷയിൻ്റെ ഫ്രണ്ട് സച്ചിൻ ഇതേപോലത്തെ ഒരു സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു സൺഡേ സെഷനിൽ. ദാറ്റ് ഈസ് ഇൻ കാസർഗോഡ്.
ഇപ്പോൾ ഈ കാസർഗോഡിൽ സച്ചിൻ വരുന്നത് കൊണ്ട് സച്ചിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് അത് അക്ഷയും വന്നു. അക്ഷയ് ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സച്ചിനും സ്റ്റാർട്ട് ചെയ്തിരുന്നു, ബട്ട് ഈസ് നോട്ട് ക്ലിയർഡ്, ഈസ് ഡൂയിങ് ഫൈനൽ എനിവേ. സോ അതേപോലെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളായിട്ട് വന്നവരുണ്ടാവാം അല്ലേ, നിങ്ങളായിട്ട് തീരുമാനിച്ചവർ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആയി തീരുന്ന ആഗ്രഹമുള്ള ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫ്രണ്ട്സിൻ്റെ ഈ പറയുന്ന തള്ളലിൽ വന്നതായിരിക്കാം. എനിവേ എന്തായാലും ശരി, ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താ? വാട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം മീൻസ്? വുഡ് യു ലൈക്ക് ടു ബൈ എ കാർ? വുഡ് യു ലൈക്ക് ടു ഹാവ് യുവർ ഹൗസ്? വുഡ് യു ലൈക്ക് ടു ട്രാവൽ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്? വുഡ് യു ലൈക്ക് ടു മേക്ക് യുവർ പാരൻസ് പ്രൗഡ്? അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കുന്നുണ്ടോ? ബാക്കിൽ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, അവരോട് എൻ്റെ ക്വസ്റ്റ്യൻ. ആവശ്യമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഭാവിയിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹമുണ്ടോ? The last one, the blue one. Blue one, come on. Would you like to have a financial freedom in your life? വെറുതെ ആഗ്രഹമാണോ അല്ല സീരിയസ് ആണോ? വെരി ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചാൽ നമുക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാം കേട്ടോ. സത്യത്തിൽ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ നിങ്ങളുടെ മനസ്സിൽ ഓരോരാളുടെ ഉള്ളിലുണ്ടാവും. വെറുതെ ഒരു സ്വപ്നവും ഇല്ലാണ്ട് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ മൊബൈലിൽ റീൽസ് കണ്ടിരിക്കുന്ന ആളുടെ ഉള്ളിൽ എന്തുണ്ടാവും അറിയോ? ഹി മേ ബി ഡ്രീമിങ് അബൌട്ട് ദ ഫൈനാൻഷ്യൽ ഫ്രീഡം. ചിലപ്പം ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലേ? വലുതായാലും ഇന്ന് ചെയ്യണം, വലുതായാലും അങ്ങനെ ചെയ്യണം, വലുതായാലും ഇങ്ങനെ ആവണം. സോ ആ ചെയ്യുക, ആവണം, ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം. ബട്ട് ഐ മീൻ, സോ ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് CA പഠിക്കാനോ ACCA പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ച് പോകല്ലേ. ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പാർട്ട്. സോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് പേഷ്യൻസ്, ഇറ്റ് നീഡ്സ് പെർസിവറൻസ്, ഇറ്റ് നീഡ്സ് ഹാർഡ് വർക്ക്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സക്സസ് നെവർ കംസ് ബൈ സഡൻ ഫ്ലൈറ്റ്. മനസ്സിലാകുന്നുണ്ടോ? സക്സസ് പെട്ടെന്ന് വരുമോ? നാളെ വരുമോ? അപ്പോൾ സക്സസ് ഓവർനൈറ്റ് വരുമോ? നോ. ദർ ഇസ് എ പ്രോസസ് ബിറ്റ്വീൻ ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ സക്സസ്. ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ആ പ്രോസസ്സ് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ പറയാം, നിങ്ങൾക്ക് സ്വിമ്മിങ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്സിൽ കുറേ വായിച്ച് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ച് പഠിച്ചു, ഇതുകൊണ്ട് നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ സ്വിമ്മർ ആവാൻ പറ്റുക? ഒന്നെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് പഠിക്കണം, ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും, ചിലപ്പോൾ ആൾക്കാർ സ്വിം ചെയ്ത് കാണേണ്ടി വരും. എങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട്, ഒരു ബിഗ് പ്രോസസ്. വാട്ട് ഈസ് ദാറ്റ്? എന്താണ്? യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദ വാട്ടർ. കറക്റ്റ്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആ വെള്ളത്തിൽ എന്തുണ്ടാവും? ഒന്ന് നിങ്ങൾ മുങ്ങിപ്പോവും, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. ഇങ്ങനത്തെ ഈ പ്രോസസ്സും ഫെയിലിയറും സെറ്റ് ബാക്കും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് പറ്റൂ? നമ്മൾ സ്വിമ്മിങ് പഠിക്കും അല്ലേ? ദിസ് ഈസ് ദ പ്രോസസ്. നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ പറ്റും ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ അല്ലാണ്ട് ഒരു സ്വിമ്മിങ് പഠിച്ച ആൾക്കാരെ? അതേപോലെ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ ഈ ടൗണിലുള്ള ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എടുത്തോളൂ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എടുത്തോളൂ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ എടുത്തോളൂ. ഇനി നമ്മൾ തളിപ്പറമ്പ് എന്നുള്ള ഒരു പ്രദേശം വിട്ടേക്ക്, നമ്മൾ യു ടേക്ക് ഹോൾ വേൾഡ്. Let it be politicians, let it be sportsmen, let it be literature, and everything, every facets of the life you take. Those who achieve the success is because they all have came through that process. ഈ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. ഈ പ്രോസസ്സിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഈ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത്? മൈൻഡ് സെറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് യുവർ മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സസ്യദ് കോളേജിലെ ആ ഫാക്കൽറ്റീനോട് പറഞ്ഞത്, ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് മേക്കിംഗ് റിസൾട്ട്സ് വിത്ത് ദിസ് മൈൻഡ് സെറ്റ്. സോ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഏത് പ്രോസസ്സിലൂടെ കടന്നു പോകാന്നുണ്ടെങ്കിൽ സക്സസ്സിലേക്കുള്ളൊരു റൂട്ട് ഉണ്ട്, സക്സസ്സിലേക്കുള്ളൊരു റോഡ് മാപ്പ് ഉണ്ട്. ആ ഒരു റോഡ് മാപ്പിലൂടെ നിങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ദാറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഒന്നെന്ത് ചെയ്യുക? ഒന്നാമത്തെ ഞാൻ ഇനി പറയുന്നത് സക്സസിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. സക്സസിന് എന്തൊക്കെ ചേരുവകൾ വേണം, എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാം, എന്തൊക്കെ വേണ്ടി വരും? നിങ്ങളുടെ അഭിപ്രായത്തിൽ സക്സസിന് എന്തൊക്കെ വേണം? ഞാൻ ഒന്ന് പറഞ്ഞു. ഒന്ന്, യുവർ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ആക്ച്വലി
ഇറ്റ് മീൻസ് വെൻ ഐ സേ ദ മൈൻഡ് സെറ്റ്, മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോഴല്ലോ ഈ ഒരു മനസ്സിലാക്കലിനാണ് ഞാൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഏത് മനസ്സിലാക്കലിനെ? സക്സസ്സിലേക്ക് ദർ ഇസ് എ പ്രോസസ്. സക്സസ് നെവർ കംസ് ബൈ എ സഡൻ ഫ്ലൈറ്റ്. പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല സക്സസ്, അല്ലേ? നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് അത് പെട്ടെന്ന് കിട്ടില്ല. അതിനെന്ത് ചെയ്യണം? കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്, ഇടയിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഇടയിൽ സെറ്റ് ബാക്സ് ഉണ്ടാവും, ഇടയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. ഈ ഒരു മനസ്സിലാക്കലിനെയാണ് ഞാൻ ആദ്യം തന്നെ എന്ത് വിളിക്കുന്നത്? മൈൻഡ് സെറ്റ്, ദ റൈറ്റ് മൈൻഡ് സെറ്റ്. അതിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. സോ വാട്ട് ഈസ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ്? ടു ബി എ സക്സസ്ഫുൾ മാൻ യു നീഡ് ടു ഹാവ് ഓൾ ദോസ് തിങ്സ് വാട്ട് ഐ എം സെയിങ് നൗ. ഒന്നാമത്തത് റൈറ്റ് മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ എന്താ അറിയോ? റെഡിനെസ് ടു ആക്സെപ്റ്റ് ദ ഫെയിലിയേഴ്സ്. ഫെയിലിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് ഫെയിലിയേഴ്സ് എന്ന് പറയുക? ഫെയിലിയേഴ്സ് ചെറുതാവാം വലുതാവാം. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ ഇരുന്നിട്ട് നമ്മുടെ കാര്യം, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, അന്ന് വൈകുന്നേരം എന്ത് ചെയ്യും? രണ്ടാൾക്കാരുണ്ട്. ഒന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? വെറുതെ ഇരിക്കാം. മനസ്സിലായിട്ടില്ല എന്നിട്ട് മൊബൈലിൽ കളിച്ചിരിക്കാം. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലാവാത്തത് കൊണ്ട് സാധാരണ 2 മണിക്കൂർ ഇരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് 3-4 മണിക്കൂർ ഇരിക്കണം എന്ന് തീരുമാനിക്കാം. ദിസ് ഈസ് വാട്ട് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. സോ ഇതാണ് സത്യത്തിൽ ഈ റെഡിനെസ് ടു ആക്സെപ്റ്റ് ദ ഫെയിലിയർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ കംസ് ടു ദിസ് ഫീൽഡ്. ഏത് ഫീൽഡാണ് കേട്ടോ. നിങ്ങൾ നോക്കുന്നുണ്ടോ ഒരു വിരാട് കോഹ്ലി അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഓർ മെസ്സി ഓർ റൊണാൾഡോ? അവർ കളിച്ച് എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടോ? എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടോ? അവർ കളിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അവർ നല്ലൊരു കളിക്കാരനാകാൻ വേണ്ടിയിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിനു മുമ്പ് എന്ത് ചെയ്യും? ഒരു പ്രധാനപ്പെട്ട കളി വരുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? അവർ 5 സ്റ്റാർ ഹോട്ടലിൽ വെറുതെ തിന്നും കുടിച്ചിരിക്കുമോ? എന്ത് ചെയ്യും? ടെൽമി, എന്ത് ചെയ്യും? അവർ വെറുതെ ഇരിക്കുമോ? ഒരു പ്രധാനപ്പെട്ട കളി, വേൾഡ് കപ്പ് വരികയാണ്, അടുത്ത മാസം വേൾഡ് കപ്പ് വരികയാണ്, ഇന്നെന്ത് ചെയ്യും? അവരുടെ ഈ ലക്ഷറിയിൽ അവരിങ്ങനെ കടന്ന് കളിക്കുമോ? അല്ല, അവരെന്ത് ചെയ്യും? ദേ വിൽ ബി വെരി ഫോക്കസ്ഡ്. ദേ വിൽ ബി ട്രെയിനിങ് ഓൾ ദ ഡേ. ദേ മേ നോട്ട് ബി ഈറ്റിംഗ് വാട്ട് ദേ ലൈക്സ്. അവർ ഇഷ്ടമുള്ള പോലെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അവിടെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ അവരുടെ ടൈമിനെ അവർ കൺട്രോൾ ചെയ്യേണ്ടി വരും. അവർക്ക് തോന്നുന്ന പോലെ പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോലും പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അവർക്ക് ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് നടക്കണം, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ്, ഉറങ്ങണം, ഇതൊക്കെ ചെയ്ത് ലേൺ ചെയ്യണ്ടേ? നമ്മുടെ ഒപ്പോണന്റിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പഠിക്കണം നന്നായിട്ട്. ആ ടീമിൽ ഏത് കളിക്കാരനാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ, എന്തൊക്കെയാണ് ആളുടെ സ്കില്ല്, അതിന് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം. സോ ലേണിങ്, പ്രാക്ടീസ്, എക്സസൈസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു സക്സസ്സിലേക്ക് എത്തുന്ന ഒരു വഴിദൂരാണിത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലൈഫിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇത് ഞാൻ പറയുന്നത് ഇതാണ് മൈൻഡ് സെറ്റ് ആൻഡ് റെഡി ടു ആക്സെപ്റ്റ് ദ ഫെയിലിയേഴ്സ്. സത്യത്തിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ ലാക്കിങ് എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലോ, എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്തവർ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയ വേൾഡിൽ എവ്രി വൺ ഹാസ് ദാറ്റ് ഡ്രീം. ദ പ്രോബ്ലം ഈസ് നോബഡി ഈസ് ദെയർ ടു ടേക്ക് ദ ചാലഞ്ച്. ഇപ്പോൾ ഒരാൾ പറയാണ് ദർശ നല്ലൊരു വഴിയുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് ഉണ്ട്, നല്ലൊരു ഒരു ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ആർ റിലക്റ്റഡ് ടു ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ടാണ് അറിയോ? പേടി. എന്താ പേടി? ഒരു സത്യത്തിൽ എനിക്കറിയാം ഒരുപാട് യൂത്ത്സ് ഉണ്ട്, നല്ല നല്ല ബിസിനസ് ഐഡിയ കൊണ്ട് നടക്കുന്ന യൂത്ത് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരെന്തില്ല? ദേ വോണ്ട് സ്റ്റാർട്ട് ദ ബിസിനസ്. വൈ? ഫിയർ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ബിസിനസ് ഫീൽഡിലൊക്കെ പറയുന്നത് എന്താ അറിയോ? ഇഫ് യു ഹാവ് എ ഹാഫ് ചാൻസ്, ഹാഫ് ദ ഓപ്പർച്യൂണിറ്റി, സ്റ്റാർട്ട് എന്ന് പറയുക ബ്ലൈൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ല. അതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ലേൺ ചെയ്യണം. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ദിസ് ഈസ് എ പ്രോസസ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യു സ്റ്റാർട്ട് ഇറ്റ്. പക്ഷേ പലരും എന്ത് ചെയ്യും? പേടി, അത് ലോസ് ആയി പോവോ, അല്ലെങ്കിൽ അങ്ങനെയാവോ ഇങ്ങനെയാവോ, പേടിച്ചിട്ട് എന്തെങ്കിലും മാറിയിരിക്കും. അതേപോലെ സ്റ്റുഡൻസ്, നമ്മുടെ മുമ്പിൽ നല്ല കോഴ്സസ് ഉണ്ടാവും, നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സസ് ഉണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യും? നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ബട്ട് സംതിങ് വിൽ പുൾ യു ബാക്ക്. എന്താ? പേടിയായിരിക്കും. എന്താ പേടി? ഇത് പോയാൽ തോറ്റു പോവോ, അല്ലെങ്കിൽ അത്ര കഴിവുണ്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ ദിസ് ഈസ് വാട്ട് ലാക്കിങ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട സാധനം കൂടി കേട്ടോ, ഫിയർ. എന്ത് ഫിയർ? ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, ഫിയർ ഓഫ് ഫെയിലിയർ. ഈ 2 ഫിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാകാൻ പറ്റില്ല. ദിസ് ഈസ് വാട്ട് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ്. ഇനി ഇങ്ങനെയുള്ള ഈ റൈറ്റ് മൈൻഡ് സെറ്റ്, അതേപോലെ ഈ ഒരു ചാലഞ്ചിനെ ഏറ്റെടുക്കാനുള്ള, ചാലഞ്ചിനെ ലവ് ചെയ്യാനുള്ള ഒരു സ്വഭാവം, ഇതൊക്കെ വരുന്നത് എവിടുന്നാണെന്ന് അറിയാം മക്കളെ? ഈ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ഹാബിറ്റ്സ് എന്നാണ്. ഹാബിറ്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. എന്താണ് ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഉറക്കമാണ്. നന്നായിട്ട് നമ്മൾ ഉറങ്ങണം.
നന്നായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 മണിക്കൂർ ഉറങ്ങാനല്ല പറയുന്നത് കേട്ടോ. രാത്രിയാണ് ഉറങ്ങേണ്ട സമയം. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. ഒരു 10 മണിയായി കഴിഞ്ഞാൽ ഉറങ്ങുക, രാവിലെ ഒരു 5 മണിക്ക് എണീക്കുക. ഇഫ് യു ഹാവ് ദാറ്റ് റൈറ്റ് ഹാബിറ്റ്സ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾക്ക് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവും. നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം പലർക്കും കാണാറുണ്ട് അല്ലേ? ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ കൂടുതലാവാം, നിങ്ങളുടെ ഉറക്കം കുറവാവാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ എന്തുണ്ടാവും? ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. സോ ഹാബിറ്റ്സ് എന്നാണ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ എല്ലാം, നമ്മുടെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ വരുന്നതാണ് ഹാബിറ്റ്സ് എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എല്ലാ സൺഡേയും ഞാൻ കളിക്കാൻ പോകുന്ന ഒരാളാണ്. ഓക്കെ, സൺഡേ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ നന്നായിട്ട് കളിച്ചിട്ടാണ് വരുന്നത്. ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ശനിയാഴ്ച രാത്രി ബിരിയാണിയാന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ കളി മോശമായി. യെസ്, ഞാൻ പലപ്പോഴും ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ ഡെലിബറേറ്റ് ആണ്, ഐ വിൽ ടേക്ക് ഓൺലി ലൈഫ് ഫുഡ്. എന്തുകൊണ്ടാണ്? നാളെ രാവിലെ നന്നായിട്ട് എന്ത് ചെയ്യണം? കളിക്കണം. അതേപോലെ തന്നെ നമ്മൾ രാവിലെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലല്ലോ, അവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ സംസാരമാണ്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ നേരത്തെ ഉറങ്ങിയ ഒരു ദിവസമാണ്. ഇപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടാണ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിലല്ലോ, അത് വെരി ഹാപ്പി. നമ്മളെന്ത് ചെയ്യും? കുറേ കമൻസ് കളിക്കും, ചിരിക്കും, കളിക്കും. ഇനി എല്ലാം കുറേ ലേറ്റായിട്ട് 12 മണി 1 മണിക്കൊക്കെ ഉറങ്ങിയിട്ടാണ് രാവിലെ എണീച്ച് പോകുന്നുണ്ടല്ലോ, ആ ദിവസം ഭയങ്കര ഡിസി ആയിരിക്കും, ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. ആരുടെ ഒരു തമാശ ഒന്നും എന്ത് ചെയ്യും? നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഹൗ ദ ഹാബിറ്റ്സ് എഫക്ട്സ് അവർ മൈൻഡ് സെറ്റ്, അവർ ബിഹേവിയർ. സോ എനിവേ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മറികടന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, മൈൻഡ് സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യം കേട്ടോ. ഈ കുറേ കാര്യങ്ങൾ, ഈ സക്സസ്സിലേക്കുള്ള ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ്, അത് എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് ദ പോയിന്റ് നൗ. എവിടുന്നാണ്? നമ്മളുടെ ലൈഫ് ഹാബിറ്റ്സ് എന്നാണ്. സോ നമ്മൾക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടാവണം. അതിൽ ഏറ്റവും കോറായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ, രാത്രി നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങണം. രാത്രി മൊബൈൽ കളിച്ചിരിക്കാൻ പറ്റില്ല. രാത്രി നിങ്ങൾ കൂടുതൽ മൊബൈൽ കളിച്ചിട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും? ഓവർ തിങ്കിങ് ആയിരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സോ ദ റൈറ്റ് സ്ലീപ്പ്. അതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാണ്ടിരിക്കരുത്, കൂടുതലാവാനും പറ്റില്ല. പ്രത്യേകിച്ച് രാത്രിത്തെ ഫുഡ് എന്ത് ചെയ്യുക? ലൈറ്റായിട്ട് കഴിക്കുക, നേരത്തെ കഴിക്കുക. അങ്ങനെ അതേപോലെ ഓർഗനൈസ്ഡ് ബിഹേവിയർ ഉണ്ടാവണം നിങ്ങൾക്ക്. എന്താ ഓർഗനൈസ്ഡ് ബിഹേവിയർ? രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ച് മടക്കി വെക്കണം, സേഫായിട്ട് വെക്കണം. അതേപോലെ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ എവറിത്തിങ്, നമ്മുടെ ചപ്പൽസ്, എവറിത്തിങ് എന്ത് ചെയ്യണം? എപ്പോഴും ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കണം. ഈ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ ഗുണം എന്താ അറിയോ? നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും? ഓർഗനൈസ്ഡ് ആവും. നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് നല്ല ഫോക്കസ് കിട്ടും, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഓൾ കംസ് ഫ്രം ദ ഹാബിറ്റ്സ്. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഇഫ് യു വോണ്ട് ടു മേക്ക് സക്സസ് ഇൻ യുവർ ലൈഫ്, first understand that there is a process towards success. Next, understand that all the mindset comes from your habits. So ഈ ഹാബിറ്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോഴേ കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലൈഫിൽ നല്ല തീരുമാനങ്ങൾ എടുക്കണം. തീരുമാനങ്ങൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സത്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക ആരുടെ അഭിപ്രായത്തിലാണ്? ആരുടെ അഭിപ്രായം നോക്കിയിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക? അതിൻ്റെ റിലേറ്റീവാണ്. ആരുടെ അഭിപ്രായം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക? ഉമ്മാൻ്റെ അഭിപ്രായമാണ് നമുക്കൊരു തീരുമാനം എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ആരുടെ അഭിപ്രായങ്ങളാണ് തീരുമാനങ്ങളാവുക? എനിവേ, എക്സ്പേർട്ട് സേസ്, സൈക്കോളജിസ്റ്റ് സേസ് എന്താ പറയുന്നത് അറിയോ? ഒരു ടീനേജേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ ഫ്രണ്ട്സാണ് സ്വാധീനിക്കുക. ഇറ്റ്സ് നോട്ട് ദ പാരൻസ്, ഇറ്റ്സ് നോട്ട് ദ ടീച്ചേഴ്സ്, ഇറ്റ്സ് നോട്ട് ദ സിബ്ലിങ്സ്, ഇറ്റ്സ് നോട്ട് ദ റിലേറ്റീവ്സ്. ആരുടെ അഭിപ്രായമാണ്? നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ അഭിപ്രായങ്ങളായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക? നിങ്ങളുടെ തീരുമാനമായിട്ട് വരിക. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണ്. പല ആൾക്കാരും പറയും, എന്തെന്നറിയോ? എൻ്റെ ഫ്രണ്ട്സ് പോകുന്നു, അതുകൊണ്ട് ഞാൻ പോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ തീരുമാനം, നമ്മുടെ ലൈഫിലൊരു തീരുമാനം എടുക്കുമ്പോൾ, പ്രത്യേകിച്ചും +2 കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ, യു ഷുഡ് ടേക്ക് റൈറ്റ് ഡിസിഷൻസ്. കാരണം എന്താ അറിയോ? ഒരു നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയും പഠിക്കാത്തൊരു കുട്ടിയും തമ്മിൽ ഒരു +2 വരെ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം വരെ ഒന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഡിഫറൻസ് ഉണ്ടാവോ? അവരുടെ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല.
നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയും നന്നായിട്ട് കളിക്കുന്ന കുട്ടിയും തമ്മിൽ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. നിങ്ങളെപ്പോലെ അവരും വരും, അവരെ പോലെ നിങ്ങളും വരും. പക്ഷേ there will be a visible difference. എപ്പെന്നറിയോ? ആഫ്റ്റർ +2 3-4 years. ആഫ്റ്റർ +2 3-4 yearsൽ വിസിബിൾ ഡിഫറൻസ് വിൽ ബി ദെയർ. ആരുമായിട്ട്? നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. ഇനി നന്നായിട്ട് പഠിക്കുന്ന മാത്രമല്ല, ഏത് ഏരിയയിലാണെങ്കിലും നന്നായിട്ട് ഒരു സ്പോർട്സിനെ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷനായിട്ട് എടുക്കുന്നെങ്കിൽ അവിടെ ഡിഫറൻസ് വിൽ കം ഓൾമോസ്റ്റ് അറൌണ്ട് 20-22-21. എന്താ ഡിഫറൻസ് ഉണ്ടാവുമെന്നറിയോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും? ലൈഫിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഏത് കുട്ടികൾക്ക്? സക്സസ്സിലേക്ക് എത്തുന്ന കുട്ടികൾ. അതിനാൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം? ഒരു 21-22 വയസ്സിലായിരിക്കും ആ ഡിഫറൻസ് വിസിബിളായിട്ട് കാണാൻ തുടങ്ങുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എന്തുണ്ടാവും? ഒന്ന്, ലൈഫിനോട് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. 2, അവർക്ക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പഠനത്തിൽ മാത്രമുള്ള ക്വാളിഫിക്കേഷൻസ് അല്ല കേട്ടോ, എനിത്തിങ്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ഒരു പ്രൊഫഷൻ അവരുടെ കയ്യിലുണ്ടാവും. 3ാമത്തത്, അവർക്ക് ജോബ് ഉണ്ടാവും. 4ാമത്തത്, ഹാൻഡ് ഫുൾ ഓഫ് റെമ്യൂണറേഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ ഡിഫറൻസ്. വിസിബിൾ ഡിഫറൻസ് ആയിരിക്കും, വെരി വിസിബിൾ ഡിഫറൻസ്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഐ യൂസ് ടു ടേക്ക് സോ മെനി ഇൻ്റർവ്യൂസ്. നമ്മൾ IIM-ന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്, ക്ലയൻസിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്, ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. സോ നമ്മളുടെ മുമ്പിലുള്ള CVs കാണുമ്പോൾ നമ്മൾക്ക് അറിയാം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റഡ് സാലറി? എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒന്ന്, ആളുടെ കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും ആൻസർ വരിക. If someone believes that I have got quality, I have got that good thing inside, definitely his expectation will be high. The salary expectation itself will be high. ഇനിയല്ല, ഒരാൾക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല, ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആളുടെ സാലറി എക്സ്പെക്ടേഷൻ വിൽ ബി ലോ. സോ ഞാൻ പറഞ്ഞു തരുന്നതാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി നന്നായിട്ട് പഠിക്കാത്ത കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ ടൈം ടു സ്റ്റാർട്ട്. സോ നന്നായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സക്സസ്സിലേക്ക് എത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ റെഡിയാവുക, നിങ്ങൾ മാറ്റി വെക്കുക. ഒരേ സമയം നമ്മൾക്ക് കോളേജിൽ പോയിട്ട് അടിച്ചു പൊളിക്കുകയും ചെയ്യണം, 20ാം വയസ്സിൽ ജോലിയും കിട്ടണമെന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് പോസിബിൾ? നോ വേ. പക്ഷേ 20ാം വയസ്സിൽ ജോലി കിട്ടുമോ? 21ാം വയസ്സിൽ ജോലി കിട്ടുമോ? I have thousands of students, I have thousands of qualifieds have got job at the age of 20-21 getting 1 lakh plus salary. ഇവിടെ നമ്മുടെ തളിപ്പറമ്പിലുണ്ട്, ചെപ്പാരപ്പടവിലുള്ള കുട്ടികളുണ്ട്, ഇവിടെ 7ാം മൈലിലെ കുട്ടികളുണ്ട്, മാട്ടൂരിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. 21-22 എന്ത് 1 lakh plus സാലറിയിൽ വർക്ക് ചെയ്യുന്നത്. ഈവൻ ഗേൾസ്, ദർ ആർ ഗേൾസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ അടിച്ചു പൊളിച്ചിട്ടാണ് ഈ 21ാം വയസ്സിൽ 1 lakh plus സാലറി കിട്ടിയതെന്ന്? യെസ് ഓർ നോ? അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടാണോ? അല്ല. അവരെന്ത് ചെയ്തു? അവരുടെ ലൈഫിൽ നല്ല തീരുമാനങ്ങൾ എടുത്തു. അവർ നല്ല തീരുമാനങ്ങൾ മാത്രമല്ല, സക്സസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ മാറാൻ റെഡിയായി. അവരെന്ത് ചെയ്തു? അവരുടെ സമയത്തിനെ മാറ്റിവെച്ചു, അവരുടെ സ്വഭാവത്തിനെ മാറ്റിവെച്ചു, അവരുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദേ ഹാവ് മേഡ്. ഞാൻ ലാസ്റ്റ് മന്തിൽ ദുബായിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മേറ്റ് ഓൾമോസ്റ്റ് 200 ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓൾ മൈ സ്റ്റുഡൻസ്. ഞാൻ ഓരോരാളെയും കാണുന്ന സമയത്ത് എൻ്റെ ഓർമ്മ എന്തായിരുന്നു അറിയോ? ദ ഫസ്റ്റ് ഡേ ദേ ജോയിനിങ് ഇൻ IIM-ൽ അവർ വന്ന ഫസ്റ്റ് ഡേയിൽ അവർ ഭയങ്കര എന്താ പറയുക, പേടിയോടെ വന്ന ആൾക്കാരായിരുന്നു, ആകാംക്ഷയോടെ വന്ന ആൾക്കാരായിരുന്നു, ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് വന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവരിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഈ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദേ വർക്കിംഗ് ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് കോർപ്പറേറ്റ്സ് റൗണ്ട് ദ ക്ലോക്ക്. They are scattered around the globe. Different countries to work in, different corporates, different levels. ഞാൻ അവരോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹൗ ഈസ് ഗോയിങ്? അവർ എപ്പോഴും കിട്ടുന്നൊരു ആൻസർ പറഞ്ഞാൽ യെസ്, ഇറ്റ്സ് സാറ്റിസ്ഫാക്ടറി, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗ്രേറ്റ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സോ നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഇതേപോലുള്ളൊരു വിസിബിൾ ഡിഫറൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. വെരി ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ഈ സക്സസ്സിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു വഴി പറയാനാണ് ഞാൻ വന്നത്. എനിക്കറിയുന്നൊരു വഴി, എനിക്കറിയുന്ന എന്താണ്? എൻ്റെ ഫീൽഡാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, ACC, ACMA. അത് പഠിച്ചാൽ മാത്രമേ സക്സസ് ആവുന്നുള്ള വിശ്വാസം എനിക്കില്ല. ദർ ആർ സോ മെനി അതർ കോഴ്സസ്, ബട്ട് യു കമ്പയർ ദ കോഴ്സസ്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട്
പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സിന് പോകുന്ന സമയത്ത് യു ചൂസ് ഞാൻ കോളേജിൽ പോയിട്ട് അടിച്ചു പൊളിക്കണോ അല്ല വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് ഒരു 20-21 വയസ്സിൽ ഐ ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ചോയ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. യെസ്, എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു കേട്ടോ. ഇതിൽ എക്സാജറേഷൻ, തള്ള്, മോട്ടിവേഷൻ അങ്ങനത്തെ സാധനമൊന്നും ഇല്ല കേട്ടോ. ഐ ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ടു ദ ഫാക്ട്സ്. സത്യം നിങ്ങളോട് കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. ഇഫ് യു വോണ്ട് ടു ഹാവ് ദാറ്റ് സക്സസ്, ഇഫ് യു വോണ്ട് ടു ഹാവ് ദാറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം, യു ചൂസ്, യു ഡിസൈഡ്, യു വർക്ക്, യു get it. So this is what my experience. ലൈഫിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക. ലൈഫിൽ എന്ത് ചെയ്യുക, സ്ഥിരത ഉണ്ടാവുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും നല്ല ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ജിമ്മിന് പോകാറുണ്ട്. എൻ്റെ ജിമ്മിന് പോകാന്നുള്ള ആഗ്രഹം എന്താ അറിയോ, ഒന്ന് നല്ല ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളത്, രണ്ട് നന്നായിട്ട് ക്രിക്കറ്റ് പെർഫോം ചെയ്യണം. സൺഡേയിലാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുക. ക്രിക്കറ്റിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് കളിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും, ജിമ്മിൽ പോകും. ഈ ഫാറ്റ്നസ് നിലവാണ്ട് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. സോ എന്നോട് ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ജിമ്മിലെ സ്ഥിരമായിട്ട് കളിക്കുന്ന റാഷിദ് എന്നോട് വെച്ചിട്ടുണ്ടായിരുന്നു, കൺസിസ്റ്റൻസി ഭയങ്കര കാര്യമല്ലേ, എല്ലാ ദിവസവും ജിമ്മിൽ വരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലേ? ശരിക്കും ആണോ? എല്ലാ ദിവസവും ജിമ്മിൽ പോകും വലിയ സംഭവമാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? വലിയ സംഭവമാണോ എല്ലാ ദിവസവും പോവുക? സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അറിയോ? തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ പോകും? തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര നാൾ പോകും? പറയടോ, നിങ്ങളാരും പോയിട്ടില്ല ഇതുവരെ? നിങ്ങൾ വിട്ടേ, ജിമ്മിൽ നിന്നുള്ള വിട്ടേക്ക്, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. ലെറ്റ്സ് സേ ആൻ എക്സാമ്പിൾ, എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തീരുമാനിക്കുകയാണ് രാവിലെ എണീക്കണം നമ്മൾ തീരുമാനിച്ചു. എത്ര ദിവസം രാവിലെ എണീക്കും? ഒരാഴ്ചയിൽ എണീക്കും. ചിലപ്പോൾ സ്ഥിരമായിട്ട് രാവിലെ എണീക്കാത്ത ആളാണ് രാവിലെ എണീക്കണം തീരുമാനിക്കുന്നത്, ഒരാഴ്ചയിലും എണീക്കും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പഴയതുപോലെ തന്നെ. അപ്പോൾ റാഷി ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൺസിസ്റ്റൻസി വലിയ സംഭവമാണ് അല്ലേ? ഞാൻ പറഞ്ഞത് യെസ്, എക്സാക്ട്ലി. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. അത് ഏതിനും കേട്ടോ. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുറേ നാളെന്ത് ചെയ്യണം, പിടിച്ചങ്ങ് പോകണം. ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഞാൻ സത്യത്തിൽ എനിക്ക് ഒരു 1 year ബിഫോർ ഞാനൊരു വലിയൊരു ഇൻഫ്ലുവൻസറായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തു. വലിയ ഇൻഫ്ലുവൻസറായിട്ട്. അത് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ കൊച്ചി. അപ്പോൾ ആൾ ഫൈനാൻസിനെ കുറിച്ചും ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചും ഫൈനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ചൊക്കെ കുറേ ചോദിച്ചു. ഞാൻ ഒരുപാട് പറഞ്ഞു. എന്നിട്ട് ആളെന്ത് ചെയ്തു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. സർ, പോഡ്കാസ്റ്റ് റീലാക്കിയിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, സാറിൻ്റെ ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് കൊളാബ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഐ വാസ് നോട്ട് യൂസിങ് ഇൻസ്റ്റാഗ്രാം മച്ച്. ജസ്റ്റ് വൺ ഇയർ ബിഫോർ എനിക്ക് കൊളാബ് ആക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ല. കൊളാബിൻ്റെ വേർഡ് ഞാൻ ആദ്യമായിട്ട് അന്ന് കേട്ടത്. സോ ഞാനത് ആക്സെപ്റ്റ് ചെയ്യില്ല, സ്റ്റിൽ അത് ആക്സെപ്റ്റ് ചെയ്തില്ല. അതങ്ങ് വാനിഷായി പോയി. പിന്നെ ആണ് എന്ത് ചെയ്തത്, ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്, വാട്ട് എക്സാക്ട്ലി ഇൻസ്റ്റാഗ്രാം ഡു. സത്യത്തിൽ അതിനു മുമ്പ് വരെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മതി, വി ഡോണ്ട് വോണ്ട് ടു ഷോക്കേസ് എനിത്തിങ്, ഷോക്കേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു മേ ബി എ റോങ് കൺസെപ്റ്റിലായിരിക്കും ഞാൻ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അന്ന് ഇതുപോലെയുള്ള ക്ലാസ് റൂമിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് ആക്കി. ലാസ്റ്റ് 6 months നടന്ന കാര്യങ്ങൾ വീഡിയോസ് ആക്കി. ഈ ക്യാമറയിൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വീഡിയോസ് ആക്കി ഇതങ്ങ് കൊടുക്കുമ്പോണ്ടല്ലോ, ഇറ്റ്സ് മേക്ക് ദ സ്പാർക്ക്. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് എന്താ പറ്റി എത്തി, നമ്മുടെ കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റി, പറയാൻ പറ്റി. അന്ന് ഞാൻ പറഞ്ഞെന്താ അറിയാം, ഞാൻ പറഞ്ഞു വരുന്നത് കൺസിസ്റ്റൻസിനെ കുറിച്ചാണ്. സോ ഈവൺ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയാം അല്ലേ സാമിൻ? ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് എത്ര കഷ്ടപ്പാടുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10 വീഡിയോ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി വി നീഡ്സ് ദാറ്റ് കൺസിസ്റ്റൻസി. കാരണം ചിലപ്പോൾ ഡ്രസ്സിങ് ശരിയാവില്ല, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ശരിയാവില്ല, ചിലപ്പോൾ വോയിസ് ശരിയാവില്ല, ചിലപ്പോൾ ലൈറ്റിങ് ശരിയാവില്ല, ഇതെല്ലാം ശരിയാവില്ല, ചിലപ്പോൾ പറയുന്ന കണ്ടന്റ് ശരിയാവില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അത് ജിംനേഷ്യത്തിൽ പോകുന്ന കാര്യമായാലും രാവിലെ എണീക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ആവുന്ന എന്ത് കാര്യമായാലും ശരി, ഇഫ് യു വോണ്ട് ടു ഹാവ് സംതിങ്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് സം വാല്യൂ, മേക്ക് സം വാല്യൂ ഇൻ യുവർ ലൈഫ്, കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുക കേട്ടോ. സോ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന എനിക്കറിയാവുന്ന വഴി, അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അഗെയിൻ കമ്മിങ് ടു മൈ പോയിന്റ്. എന്തായിരിക്കും എനിക്കറിയാവുന്ന വഴി? എന്തായിരിക്കും? ദിസ് ഈസ് വാട്ട് മൈ ഏരിയ. ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസിങ് ലാസ്റ്റ് 15 years and also running the show IAM for the last 15 years as a managing director. ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. ഒരു കൊല്ലത്തിൽ തന്നെ ഏകദേശം 10,000+ സ്റ്റുഡൻസിനെ കാണാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്.
അതിൻ്റെയൊക്കെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് വൺ കമ്പാരിസൺ, വൺ സിമ്പിൾ കമ്പാരിസൺ. ഹൗ മെനി കംസ് ഫ്രം ദ സയൻസ് ബാക്ക്ഗ്രൗണ്ട്? പ്ലീസ് റേസ് ദ ഹാൻഡ്. ഹൗ മെനി കംസ് ഫ്രം ദ സയൻസ് ബാക്ക്ഗ്രൗണ്ട്? യെസ്, ഓക്കെ. ഞാനൊരു കമ്പാരിസൺ നടത്തുകയാണ്, ആരെയും മോശമാക്കാനൊന്നുമല്ല കേട്ടോ. നമ്മളുടെ തളിപ്പറമ്പിൽ ഒരു വലിയൊരു സ്ഥാപനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എറൈസ് എന്ന് പറഞ്ഞിട്ട്. ആർക്കെങ്കിലും അറിയോ എറൈസ്? എറൈസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ തളിപ്പറമ്പ് മന്നക്കാണ്. ഫോറിൻ MBBS കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു എക്സാം എഴുതണം, FMG എക്സാം എന്ന് പറയാം, ഫോറിൻ മെഡിക്കൽ എക്സാം, FMG ഓർ സംതിങ്, ഫോറിൻ മെഡിക്കൽ സംതിങ്. അപ്പോൾ ഈ FMG എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. എന്ത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്? അവരെന്ത് കഴിഞ്ഞിട്ടാണ് വന്നത്? ഫോറിൻ MBBS പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു എക്സാം എടുക്കുകയാണ്. ആ എക്സാമിനെ കുറിച്ച് ഞാൻ ഒന്ന് പഠിച്ചു. ആ എക്സാമിനുണ്ടല്ലോ, ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 2 എക്സാം നടക്കുക. അതിൻ്റെ പാസ് പെർസെൻറ്റേജ് കംസ് ബിറ്റ്വീൻ 10 to 20%. പാസ് പെർസെൻറ്റേജ് 10 to 20%. ഇനി ഈ FMG എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫോറിനിൽ ഓൾറെഡി MBBS കഴിഞ്ഞു, എന്നിട്ട് ഇന്ത്യയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ആദ്യം FMG എക്സാം എടുക്കണം. FMG എക്സാമിന് 1 year ആണ് അതിൻ്റെ ഏകദേശം ഒരു കോച്ചിങ് ഡ്യൂറേഷൻ. ഈ കോച്ചിങ് ഡ്യൂറേഷൻ കോച്ചിങ് കഴിഞ്ഞാലും അവിടെ പെർസെൻറ്റേജ് കംസ് ബിറ്റ്വീൻ 10 to 20%. അത് കഴിഞ്ഞിട്ട് FMG എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് 1 year എന്ത് ചെയ്യണം? ഇന്റേൺഷിപ്പിന് പോകണം, ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് വിത്തൗട്ട് സാലറി. ഇനി ആ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ കിട്ടുന്നത് 1 വർഷം വെയിറ്റ് ചെയ്യണം. ഒരാൾ FMG പാസ്സായിട്ട് 1 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക? ട്രെയിനിങ് കിട്ടുക. ഇനി ട്രെയിനിങ് കിട്ടിയാൽ 1 year ട്രെയിനിങ് കംപ്ലീറ്റ് ആകണം. ഇതൊക്കെ നിങ്ങൾ നോക്കണേ. MBBS എന്ന് പറയുമ്പോൾ 4 to 5 years. ദാറ്റ് ഇസ് ഫോറിൻ MBBS ഞാൻ കുറിച്ച് പറയുന്നത് കേട്ടോ. 4 to 5 years. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നിട്ട് 1 year കോച്ചിങ് ഫോർ FMG എക്സാം. ഇനി FMG എക്സാം പാസ്സാകുന്ന തന്നെ കുറച്ച് കഷ്ടമാണ്. 10 to 20% ആണ് അതിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ്. അത് കഴിഞ്ഞിട്ട് 1 year വെയിറ്റിംഗ് ഫോർ ഇന്റേൺഷിപ്പ്. ദെൻ 1 year ഇന്റേൺഷിപ്പ്. എത്ര വർഷമായി? 7 to 8 years. നമ്മുടെ കുട്ടികളുടെ തീരുമാനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. 7 to 8 years. കോസ്റ്റ് എത്ര വരുന്നറിയോ? ഏകദേശം 30+ lakhs. അതും അത്യാവശ്യം നല്ലൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ഫോറിൻ MBBS കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് മേ ഷൂട്ട് അപ്പ് ടു 50 lakhs. നൗഷാദ് അവിടെ ഉണ്ട്, എൻ്റെ ബ്രദർ അവിടെ ഉണ്ട്. ഹി നോസ് വെരി വെൽ അബൌട്ട് ദിസ്. ഈ ഒരു ആൾ പറഞ്ഞ സ്റ്റോറി. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. 8 വർഷം ഒരാൾ മെനക്കെട്ടിട്ട് 30+ lakhs സ്പെൻഡ് ചെയ്തിട്ട് ഒരു MBBS ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ കിട്ടുന്ന സാലറി എത്ര അറിയോ? ഡു യു ചെക്ക്? ഒരു MBBS കഴിഞ്ഞ കുട്ടീൻ്റെ സാലറി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 30 to 50,000 ഇൻ എ മന്ത്. എത്ര വർഷം സ്പെൻഡ് ചെയ്യണം? 8 വർഷം സ്പെൻഡ് ചെയ്യണം. ഹൗ മെനി എമൗണ്ട് സ്പെൻഡ് ചെയ്യണം? 30 lakh+ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. ഇനി നമ്മുടെ നാട്ടിലെ MBBSനെ കുറിച്ച് പറഞ്ഞാലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു 5-6 years എന്ത് ചെയ്യണം? നമ്മൾ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് വരുമ്പോൾ ഒരു MBBSകാരൻ്റെ ഒരു സാലറി വരുന്നത് ബിറ്റ്വീൻ ദീസ്. ഗവൺമെൻറ് കൊടുക്കുന്നത് 40,000 ആണ്. ആ 40,000 സാലറിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 വേക്കൻസിയിൽ 100 ആളാണ് സാധാരണ ഇതിൽ വരിക. ഗവൺമെൻറ് കോളേജസിൽ ഞാൻ പറയുന്നത്, ഗവൺമെൻറ് മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ ഞാൻ പറയുന്നത്. എനിവേ, ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ തുടങ്ങുന്നത് തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്? മെഡിക്കൽ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. സോ വെൻ കംസ് ടു അവർ ഫീൽഡ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആവട്ടെ, ACC ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ, +2 കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഡ്യൂറേഷനാണ്. ACC ഒക്കെ ആണെങ്കിൽ 2.5 വർഷമാണ്, CA ഒക്കെ ആണെങ്കിൽ 4 വർഷമാണ്. അങ്ങനെ ഓൺ ആൻ ആവറേജ് ഞാൻ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം, ഇഫ് ദ ടൈം പെർമിറ്റ്സ്. ഒരു 3 അല്ലെങ്കിൽ 4 വർഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ എപ്പോൾ +2 കഴിഞ്ഞിട്ട് 3 അല്ലെങ്കിൽ 4 വർഷം, അത് ഡിപ്പെൻസ്. ACC ആണെങ്കിൽ ഞാൻ പറഞ്ഞു 3 വർഷമാണ്, CA ആണെങ്കിൽ 4 വർഷമാണ്. ഈ 4 വർഷം നിങ്ങൾ നന്നായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിലോ, ദ ബേസിക് സാലറി ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിൽ ഗെറ്റ്, ഞാൻ പറഞ്ഞു ബേസിക് സാലറി അല്ലെങ്കിൽ ഒരു ആവറേജ് സാലറി 1 lakh per month. അറ്റ് ദ ഏജ് ഓഫ് വാട്ട്? നിങ്ങൾ ഏകദേശം 17 അല്ലെങ്കിൽ 18 വയസ്സിൽ നിങ്ങളുടെ +2 കഴിയുക അല്ലേ? നോർമലി 17 ആണ്, യു ടേക്ക് 18 യു ടേക്ക്. അപ്പോൾ 18 + 4 എത്ര വർഷം? എത്ര വയസ്സാണ് നിങ്ങൾക്ക്? അറ്റ് ദ ഏജ് ഓഫ് 22 നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആവറേജ് സാലറി 1 lakh. ഞാൻ അഗെയിൻ പറയാണ്, ഐ ഡു സേ ഫാക്ട്സ്. സത്യം പറയാൻ ഇഷ്ടം കേട്ടോ എനിക്ക്.
എന്താ പറയുക, അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കളവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല. ടിപ്പിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷമാണ്. ഈ 4 വർഷം നന്നായിട്ട് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ 3 എക്സാംസ് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ 3 എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതും ഈ 4 വർഷത്തിൽ പഠനം മാത്രമല്ല, 2 വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടിയാണ്. 2 വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടിയാണ്. അല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സ്കില്ലും കൂടി വേണം, അങ്ങനെയാണെങ്കിൽ ജോബ് കിട്ടും അല്ലേ, പറയാറില്ലേ? എപ്പോഴും പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ്. വി നീഡ് ടു ഹാവ് ബോത്ത് ദ നോളജ് ആൻഡ് ദ സ്കിൽ. സോ when you look at the syllabus of chartered accountancy, you can see the magical mixing of both of knowledge and skill. എന്താ, 2 വർഷം മാത്രമേ പഠിക്കാനുള്ളൂ. 2 വർഷം എന്താണ്, യു ഹാവ് ടു വർക്ക് അണ്ടർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പഠിച്ച കാര്യങ്ങൾ ഓഡിറ്റിങ്ങും ടാക്സേഷനും കോസ്റ്റിംഗ് ഒക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും, സ്കിൽ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യും, നമ്മൾ CA ഫൈനലിലേക്ക് പോകും. ഇനി ഒരു ഔട്ട്സെറ്റ് മാത്രം ഞാൻ പറയുന്നത് കേട്ടോ. ദിസ് ഈസ് വാട്ട് അബൌട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇനി ACCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ACC is a very trending course now. Very trending course. So many used to take this course up. You know why? നമ്മൾ ഇതുവരെ നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്ര പേപ്പർ ഉണ്ടായിട്ടുള്ളത്, എത്ര സബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത്? 10 സബ്ജക്റ്റ് അല്ലേ? +2 എത്ര സബ്ജക്റ്റ് ഉണ്ട്? 6-7 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? എത്രയാ എക്സാക്ട്ലി? 6 സബ്ജക്ട്സ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ മാർച്ചിൽ നമുക്ക് എക്സാം വന്നു കഴിഞ്ഞാൽ എല്ലാം പോയിട്ട് എക്സാം എഴുതണം അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്രാവശ്യം 3 എക്സാം മതി, എന്നിട്ട് അടുത്ത മാർച്ചിൽ അടുത്ത 3 എഴുതാം, അങ്ങനെ പറ്റില്ലല്ലോ. നോ, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എല്ലാം ഒന്ന് ചെയ്തണം അല്ലേ? ബട്ട് വെൻ കംസ് ടു ACCA അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ കോഴ്സ് ഇത്തിരി ട്രെൻഡി ആവുന്നത്. എന്താണ് ഫ്ലെക്സിബിലിറ്റി? യു ക്യാൻ ചൂസ് ദ പേപ്പേഴ്സ്. മൊത്തം 13 പേപ്പറാണ്. ഈ 13 പേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സമയത്ത് പോയി എക്സാം എഴുതിയാൽ മതി. യു ക്യാൻ ചൂസ് ദ ഡേറ്റ്. മെയിൻലി വെൻ കംസ് ടു ഫസ്റ്റ് 4 പേപ്പേഴ്സ്. ഫസ്റ്റ് 4 പേപ്പേഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഞാൻ എക്സാം റെഡി ആയതിനാൽ പോയിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. എവറിത്തിങ് ഈസ് ഓൺലൈൻ എക്സാം. അത് ഒരു ഡെസിഗ്നേറ്റഡ് സെൻറ്റർ ഉണ്ടാവും. CBE ലൈസൻസ് ഉള്ള ഒരു സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അത് ആദ്യത്തെ 4 പേപ്പേഴ്സ് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയാം കേട്ടോ. മൊത്തം 13 പേപ്പർ ഞാൻ ബ്രേക്കപ്പ് വരാം. ആദ്യത്തെ 4 പേപ്പർ സ്കിൽ നോളജ് കൊണ്ടിരുന്ന പറയാം. അത് ശരിക്കും ഓൺ ഡിമാൻഡ് എക്സാം. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യു ഫിക്സ് ദ ഡേറ്റ് ആൻഡ് ടേക്ക് ദ എക്സാം. നോൺ എക്സ് അല്ലാണ്ട് അതിന് മാർച്ചിൽ എക്സാം അല്ലെങ്കിൽ ഏപ്രിൽ എക്സാം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡേറ്റ് ഒന്നുമില്ല. വെൻ കംസ് ടു ഫസ്റ്റ് 4 പേപ്പേഴ്സ്. പിന്നെ വന്നിട്ട് 9 പേപ്പറാണുള്ളത്. അതിനെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്കിൽ മൊഡ്യൂളിൽ 5 പേപ്പറും P ലെവലിലുള്ള 4 പേപ്പർ, മൊത്തം 13 പേപ്പറാണ്. ഫസ്റ്റ് 4 പേപ്പർ ഓൺ ഡിമാൻഡ് എക്സാം. ഓൺ ഡിമാൻഡ് എക്സാം മീൻസ് വാട്ട് എന്നെല്ലാവരും പറഞ്ഞേ. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് വെച്ചാൽ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. യു ക്യാൻ ചൂസ് ദ ഡേറ്റ്. ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാം. അപ്പോൾ ഫസ്റ്റ് 4 പേപ്പർ ഈസ് ഓൺ ഡിമാൻഡ് എക്സാം. ദെൻ 9 പേപ്പർ ഓരോ ക്വാർട്ടറിലും എക്സാം വരും. ഓരോ ക്വാർട്ടറിലും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1-2 പേപ്പർ എക്സാം എഴുതാം. മാക്സിമം 4 പേപ്പർ വരെ എഴുതാനാണ്. ബട്ട് ഇറ്റ് വിൽ ബി വെരി ഹെക്ടിക്. മറിച്ച് എന്ത് ചെയ്യാം, 1-2 പേപ്പർ മാത്രം. ചില ഒരു കാഷ്വലായിട്ട് കുറച്ച് കാഷ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ഹെക്ടിക് ആയിട്ടല്ല, പോയിട്ട് പക്ഷെ നന്നായിട്ട് പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് എക്സാം എഴുതാം. അപ്പോൾ ഇത് തന്നെയാണ് ACCA ഇത്രയും ട്രെൻഡി കോഴ്സ് ആക്കുന്നത്. ഇവിടെ വില്ലൻ ആരാന്നറിയോ? ACCA കോഴ്സിലേക്ക് വരുമ്പോൾ വില്ലൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ വില്ലൻ. ഞാൻ പറഞ്ഞു ACCA കോഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഫ്ലെക്സിബിലിറ്റി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഫ്ലെക്സിബിലിറ്റി മീൻസ് വാട്ട്? നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ വൈസ് എക്സാം എഴുതാം അല്ലേ? ഒരു പേപ്പർ കഴിഞ്ഞ് ഒരു പേപ്പർ എഴുതാം. ആ രീതിയിൽ നമുക്ക് എക്സാം എഴുതാം. സോ ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ACCA എടുക്കുന്നത്. പക്ഷേ ഇതേ സാധനം തന്നെയാണ് ACCA വില്ലൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഓൺ ഡിമാൻഡ് എക്സാം ആയതുകൊണ്ടും പേപ്പർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും there will be so many decisions will come. ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 ആളും 50 തീരുമാനം എടുക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു പേപ്പർ പഠിപ്പിച്ചു. മേ ബി 1ാമത്തെ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിച്ചു. BT എന്ന സബ്ജക്റ്റിൻ്റെ പേര്. BT പഠിപ്പിച്ചിട്ട് നോർമലി ഒരു മാസം കൊണ്ട് ക്ലാസ് കഴിയും. ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് 1 മാസം കൊണ്ട് കഴിയും. പിന്നെ അതിൻ്റെ എക്സാമാണ്. ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10-15 ദിവസം സ്റ്റഡി ലീവ് കൊടുക്കും. സോ 1 മാസം ക്ലാസ്, 15 ദിവസം സ്റ്റഡി ലീവ്, ഒരു 15 ദിവസം കഴിഞ്ഞ ഉടനെ എക്സാം എഴുതാം. എക്സാമിൻ്റെ ഡേറ്റ് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, ഇന്ന ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാം. 15 മുതൽ 20 വരെയുള്ള ഡേറ്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാം എഴുതി വരണം. എന്നിട്ട് 2ാമത്തെ പേപ്പർ നമ്മൾ തുടങ്ങും. ഇങ്ങനെയാണ് അതിൻ്റെ സിനാരിയോ ഉണ്ടാവുക. ഇവിടെ പ്രശ്നം എന്താ, ചില കുട്ടികൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കില്ല. നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, എക്സാം എഴുതില്ല. ഇനി എക്സാം എഴുതിയാൽ ചിലപ്പോൾ ഫെയിൽ ആവും. ഇപ്പോൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയോ,
ഇനി എന്ത് ചെയ്യും? രണ്ടാമത്തെ പേപ്പറിന്റെ ക്ലാസ് തുടങ്ങാനാവുകയാണ്. രണ്ടാമത്തെ പേപ്പറിന്റെ ക്ലാസ്സിൽ ഇരിക്കോ അല്ല ആദ്യത്തെ തന്നെ ഒന്നുകൂടി പഠിക്കോ? എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളാണ് ആ സ്റ്റാൻസിലെങ്കിലും വെച്ചാൽ ഒന്നാമത്തെ പേപ്പർ കഴിഞ്ഞു, അത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല, രണ്ടാമത്തെ പേപ്പർ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ രണ്ടാമത്തെ പേപ്പർ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് പകരം ആദ്യത്തെ ഒന്നുകൂടി പഠിക്കോ അല്ല രണ്ടാമത്തെ ക്ലാസ്സിൽ ഇരിക്കോ? എന്ത് ചെയ്യും? ഇവിടെ ഡിലേമേ ആയിരിക്കും. എന്ത് ചെയ്യുന്നു? കാരണം എന്താ അറിയോ? ക്ലാസ്സിൽ ഇരുത്തഞ്ഞാൽ ആദ്യം പഠിച്ചത് മറന്നു പോകുന്നുള്ള പേടി. അതും എക്സാം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേപ്പർ എക്സാം എഴുതണം, 2 പേപ്പർ ഒന്നിച്ച് എക്സാം എഴുതണം എന്നുള്ള പേടി. എനിവേ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നറിയോ? ഒന്നാമത്തെ സബ്ജക്റ്റിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ കൃത്യമായിട്ട് ഡേ 1 മുതൽ പഠിച്ചു തുടങ്ങാം. അങ്ങനെ എക്സാം അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി റെഡി ആവുക. ഞാൻ പറഞ്ഞു ഒന്നോ 2 ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഠിക്കാനുള്ള സമയം ഉണ്ടാവും. ആ പഠിക്കാനുള്ള സമയം കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്ത് നിങ്ങൾ എഴുതുക. മിക്കവാറും ACCA വരുന്ന കുട്ടികൾ എന്താ ചെയ്യാന്നറിയോ? മിക്കവാറും ACCA വരുന്ന കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് CA പോലെയല്ല, ഇത് കുറേ ഈസിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു ഡിഗ്രി പഠിക്കുന്നത് പോലെ ഇത് പഠിക്കാം. ആ ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യാം? ACCA കുട്ടികൾ വരിക. There starts the first failure. അവർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റന്റ് അതിന്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ CA പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം ഫോക്കസ്ഡ് ആണോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ACCA പഠിക്കാന്നുള്ളത്. എനിവേ ACCA ഒരു കരിക്കുലം ഞാൻ പറഞ്ഞു തീർക്കാണ്. ACCA മൊത്തം 13 പേപ്പറാണ്. ഈ 13 പേപ്പർ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം കണക്കാക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം നിങ്ങൾ കണക്കാക്കണം. ആ സമയത്ത് സാലറി നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, എങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ACCA affiliate ആയ കുട്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 40,000 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്യേണ്ട. അത് 1 ഇയർ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ 1 ഇയർ എന്താണ് ട്രെയിനിങ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ACCA കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് 1 വർഷം നിങ്ങൾ ട്രെയിനിങ്ങിന് കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം 3-3.5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ACCA നല്ല പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ്ലി യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ പറയുന്ന 1 ഇയർ ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ക്ലോസ് ടു 70,000-80,000 സാലറി എക്സ്പെക്ട് ചെയ്യാം. ക്ലോസ് ടു, നോട്ട് 1 lakh. 1 lakh ഞാൻ സ്പെസിഫിക് ആയിട്ട് വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കേട്ടോ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈസ് മച്ച് വാല്യൂഡ് ഇൻ ദ മാർക്കറ്റ്, മെയിൻലി വെൻ കംസ് ടു ഇന്ത്യൻ മാർക്കറ്റ്. ഇനി ഫോറിൻ മാർക്കറ്റിൽ അങ്ങനെ തന്നെയാണ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആർ സ്ലൈറ്റ്ലി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്, CA ആണോ ACCA ആണോ ബെസ്റ്റ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ പല കോളൊന്നും ഫേസ് ചെയ്യാറുണ്ട്. ഈവൻ ഫ്രം ദ കോർപ്പറേറ്റ്സ്, ഈവൻ ഫ്രം ദ പ്രൊഫഷണൽസ്. നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ കുട്ടികളെ പലപ്പോഴും പല കുട്ടികൾ ചോദിക്കാറുണ്ട്. CA ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചു പോയ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ കഷ്ടപ്പെട്ട് CA പഠിച്ചു, ACCA-കാർക്ക് ഇതേ സാലറി തന്നെ കിട്ടുന്നുണ്ടല്ലോ. നേരെ തിരിച്ചു ചോദിക്കാറുണ്ട് കേട്ടോ, സാർ എന്തിനാണ് ACCA പഠിക്കാൻ പറഞ്ഞത്, CA-കാരാണല്ലോ കൂടുതൽ സാലറി കിട്ടുന്നത്. വെച്ചാൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ബെസ്റ്റ്, CA ഓർ ACCA? ഇറ്റ്സ് ലൈക്ക് മെസ്സി ഓർ റൊണാൾഡോ. ആരാ ബെസ്റ്റ്? ആരാ ബെസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമാണ്. റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്ന പറയും റൊണാൾഡോ ആണ് ബെസ്റ്റ് അല്ലേ? മെസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾ പറയും മെസ്സിയാണ് ബെസ്റ്റ്. അപ്പോൾ കോഴ്സും അത് തന്നെയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞാൽ കൂടുതൽ എന്ത് പറയും? CAs ആർ ദ ബെസ്റ്റ്. ACCA കഴിഞ്ഞാൽ എന്ത് പറയും? ACCA ആർ ദ ബെസ്റ്റ്. സോ ദിസ് ഈസ് ദ ഡിഫിക്കൽട്ടി. എനിവേ ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA-ക്ക് ഡ്യൂറേഷൻ കുറച്ച് കുറവാണ്. വെൻ കമ്പയർ ടു CA, ACCA-ക്ക് ഡ്യൂറേഷൻ കുറച്ച് കുറവാണ്. കാരണം പഠിച്ചു തീർക്കാൻ വേണ്ടി എത്രയേ വേണ്ടൂ? 2.5 വർഷം മാത്രമേ വേണ്ടൂ. 1 ഇയർ ട്രെയിനിങ് ആണ്, അത് ഓപ്ഷനിലാണ്, ജോബായിട്ട് തന്നെ എടുക്കാം. CA കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സ്ട്രിഞ്ചന്റ്. 4 വർഷമാണ് ട്രെയിനിങ് കംപ്ലീറ്റ് ഡ്യൂറേഷൻ. ഈ 4 വർഷത്തിൽ 2 വർഷം എന്താണ്? ആർട്ടിക്കിൾഷിപ്പാണ്, സ്ട്രിക്റ്റ് ആണ്. അതിൽ വേറെ അവിടെ ഇവിടെ പോയിട്ട് ചെയ്യാമെന്നല്ലോ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫീസിൽ പോയിട്ട് 2 വർഷം വർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ ഫാക്ട്സ്. ഒന്ന് വന്നത് ഡ്യൂറേഷൻ CA-ൽ 4 വർഷമാണ്, ACCA-ൽ 2.5 വർഷമാണ്. നിങ്ങൾ മനസ്സിലായിക്കോ ഏതാണ് ബെസ്റ്റ് കോഴ്സ്, ഏതാണ് നല്ല കോഴ്സ് നിങ്ങൾ തന്നെ മനസ്സിലായിക്കോളൂ. ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര കോസ്റ്റ് ആവും? CA-ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ നേരെ മറിച്ചിട്ടാൽ മതി. CA-ന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 4. ACCA-ന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 2.5 എടുത്തോളൂ. ആവറേജ് 2.5 എടുത്തോളൂ. കോസ്റ്റ് നേരെ ഉൾട്ട. ACCA-ൽ 4 lakh പ്ലസ് 4 lakh ക്ലോസ് ടു 5 lakh ഒക്കെ വരും കേട്ടോ. കാരണം ഓരോ എക്സാമിനും കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ക്ലോസ് ടു 4-5. CA-ലേക്ക് വരുമ്പോൾ
2.5 കോസ്റ്റാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ആണ്. ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും സ്റ്റേജ് ഒരു കംപ്ലീറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വരുന്നത് ഏകദേശം ICCക്ക് 4+, CAക്ക് 2+. ഇനി സാലറി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഴിഞ്ഞാൽ 4 വർഷം 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് അടക്കം ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ആക്കിയ ഒരു സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് സാലറി ഓൺ ആൻ ആവറേജ് 1 lakh. ACCA ഞാൻ 1 year ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞു. ട്രെയിനിങ് ഇല്ലാത്ത ACCA 13 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത അഫിലിയേറ്റ്സിന് നോർമലി ആ ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന സാലറി ഇറ്റ്സ് 40,000 ആവറേജ്. ഇനി 1 year ട്രെയിനിങ് കഴിഞ്ഞാൽ ഒരു 60,000-70,000 ആയിരിക്കും എന്ത് സാലറി വരിക. അതെന്താ അറിയോ? ACCA + 2 years എക്സ്പീരിയൻസ് ഈക്വൽ ടു CA. CAന്റെ ഒരു ഫ്രഷ് CAന്റെ അതേ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ ACCA + 2 years ആണ്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള ആൻസേഴ്സ് ആട്ടോ. അത് പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. CAനേക്കാൾ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ACCAക്കാരുണ്ട്, ACCAനേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്ന CAക്കാരുണ്ട്. സാലറി കംസ് ഡിഫറെൻറ്റ് കമ്പനീസ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്. പക്ഷേ ഈ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് ചാർട്ടേഡ് ACCAന്റെ സ്ട്രക്ചർ. ACCAക്ക് മൊത്തം എത്ര പേപ്പറാണ്? ഹൗ മെനി പേപ്പേഴ്സ്? 13 പേപ്പേഴ്സ്. എത്ര ഡ്യൂറേഷൻ എത്രയാണ്? 2.5 years ആണ്. ഇനി അതിലും കുറക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പേപ്പർ ഓരോ അറ്റംപ്റ്റിൽ എഴുതാൻ പറ്റുന്ന ഡ്യൂറേഷൻ കുറക്കാം. ഇനി എത്ര കോസ്റ്റ് ആവും? ACCക്ക് എത്ര കോസ്റ്റ് ആവും? 4 lakh+. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ACCA ഒരു ഫോറിൻ കോഴ്സ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ് അധികം വരുന്നുണ്ട്. ഇനി വെൻ കംസ് ടു CAയിൽ 4 സ്റ്റേജാണ്. 4 സ്റ്റേജിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ്. CA ഫൗണ്ടേഷൻ്റെ ഒരു ഡ്യൂറേഷൻ ഒരു വർഷം 3 എക്സാംസ് ഉണ്ട്. ഒരു 6 month ആണ് നിങ്ങളുടെ ഡ്യൂറേഷൻ. 6 month കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? CA ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് CA ഇന്റർമീഡിയറ്റ് 1 year ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഇപ്പൊ എത്രയായി മൊത്തം? എത്രയായി? ഇന്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ കൂടി എത്രയായി? ഇന്റർമീഡിയറ്റ് പ്ലസ് ഫൗണ്ടേഷൻ എത്ര വർഷം? 1.5 years. കറക്റ്റ്. ഈ 1.5 yearൽ 2 എക്സാംസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യണം. അത് എവിടെ വർക്ക് ചെയ്യാം? ഓൺലി കണ്ടീഷൻ ഈസ് അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കണ്ണൂരിൽ വർക്ക് ചെയ്യാം, കൊച്ചിയിൽ വർക്ക് ചെയ്യാം, ബാംഗ്ലൂരോ, ചെന്നൈയിലോ, മുംബൈയിലോ, ഇനി ദുബായിലോ, wherever in the world you can work. The only condition is it should be under a practicing chartered accountant. ഇപ്പൊ ഇങ്ങനത്തെ ഫേംസ് ഉണ്ടാവും. സത്യത്തിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനുള്ള കുട്ടികൾ കുറവാണ്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ റിസൾട്ട് വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. സാലി ആരെങ്കിലും ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അയക്കണേന്ന് പറഞ്ഞു. ഡിഫറെന്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് യൂസ് ടു കോൺടാക്ട് മീ. എനിവേ 1.5 വർഷം നമ്മുടെ ക്ലാസ് റൂം പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷം എവിടെയാണ്? ഒരു ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സത്യത്തിൽ CAനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. CAനെ ബാക്കിയുള്ള കോഴ്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ആർട്ടിക്കിൾഷിപ്പാണ്. കാരണം എന്താ? നമ്മൾ ഇന്റർമീഡിയറ്റിലും ഫൗണ്ടേഷനിലും പഠിച്ച കാര്യങ്ങളിൽ കുറേ ഓഡിറ്റിംഗ് നമ്മൾ പഠിക്കും, കോസ്റ്റിംഗ് പഠിക്കും, അതേപോലെ ടാക്സേഷൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഓരോ കമ്പനിക്ക്, ഓരോ ക്ലയന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഈ 2 വർഷത്തിന് പറയുന്ന പേരാണ് ആർട്ടിക്കിൾഷിപ്പ്. അങ്ങനെ ഈ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം ഫൈനൽ എക്സാം വേണ്ടിയിട്ടാണ്. ഫൈനൽ എക്സാം ഇപ്പം നോക്കിയാൽ 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് എടുക്കുമ്പോൾ എത്ര വർഷമായി? മൊത്തം എത്ര വർഷമായി? 3.5 years അല്ലേ? 6 months for foundation, 1 year for intermediate, 2 years for articleship, 3.5 വർഷം. ഇനി 3.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം CA പഠനം. CA ഫൈനൽ പഠിക്കുക. എക്സാക്ട് 6 മാസം കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ടേക്കിംഗ് ദി എക്സാംസ്. അങ്ങനെ മൊത്തം 4 വർഷമാണ് CAക്ക് ഉള്ളത്. എങ്ങാനും ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ 3 മാസം നിങ്ങൾ ഡിലേ ആവും. ഓരോ 3 മാസത്തിലും എക്സാം വരുന്നുണ്ട്. 3 അല്ല 4 മാസം. യെസ്, ഒരു വർഷം 4 എക്സാം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു 4 മാസം എന്ത് ചെയ്യും? ലേറ്റ് ആവും. അത്രേ ഉള്ളൂ. 4 മാസം ലേറ്റ് ആവും. മേ ബി നിങ്ങൾ ഫൗണ്ടേഷൻ ഫെയിൽ ആയി, അടുത്ത 4 മാസത്തിൽ എക്സാം വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് എക്സാം വരും. സോ ഈ രീതിയിലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു കോഴ്സ്, ഒരു റൂട്ട് മാപ്പ്. എനിവേ, ചാർട്ടേഡ് അക്കൗണ്ടൻസി കുറച്ച് ഹാർഡാണ്, ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടൊരു അനിയൻ കോഴ്സ് ഉണ്ട്, ഒരു ബ്രദർ കോഴ്സ്. ദാറ്റ് ഈസ് വേർഡ് CMA ഇന്ത്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഏകദേശം ഇതേപോലെ തന്നെയാണ്, CA പോലെ തന്നെയാണ് അതിന്റെ എന്താ പറയുക, അതിന്റെ സ്റ്റേജസും എവറിത്തിങ് ഈസ് ആസ് ദാറ്റ് ഓഫ് CA. 2 വർഷം ട്രെയിനിങ്ങിന് പകരം അവിടെ 1.25 വർഷം മാത്രമേ ട്രെയിനിങ് ഉള്ളൂ. ജസ്റ്റ് 15 മാസം. അതാണ് ഒരു CMA ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സിന്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ.
ഈ CMA ഇന്ത്യ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ കാറ്റ് റൂട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. CAT കാറ്റ് റൂട്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ സെമിനാർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു കുട്ടി CMA ഇന്ത്യ പെർസ്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാറ്റിലൂടെ വരരുതാണ്. കാറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, 100% പാസ്, എല്ലാവരും പാസ്സാവും. പഠിക്കാത്തവരും പാസ്സാവും, പഠിച്ചവരും പാസ്സാവും. ഇതാണ് എല്ലാവരും, അതുകൊണ്ടാണ് എല്ലാവരും കാറ്റിന് ജോയിൻ ചെയ്യുന്നത്. കാറ്റിന് ജോയിൻ ചെയ്താൽ ഈസി ആവും. പക്ഷേ CMA പെർസ്യൂ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ കാറ്റ് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സാധനം എഴുതേണ്ടത്. ഇന്റർമീഡിയറ്റ് ഇറ്റ് വിൽ ബി വെരി ടഫ്. കാരണം നമ്മൾ കാറ്റിന് പകരം അവിടെ CMA ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ റൂട്ടിലൂടെ വന്ന കുട്ടികൾക്ക് അതുണ്ടല്ലോ ഇന്റർമീഡിയറ്റ് കുറച്ചും കൂടി ഈസിയാണ്. CMA ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ക്രീനിങ് ഉണ്ട്, കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അങ്ങനെ CMA ഫൗണ്ടേഷനിലൂടെ വന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് CMA ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യും, കുറച്ചും കൂടി ഈസി ആവും, അൺലൈക്ക് ദ കാറ്റ് റൂട്ട് സ്റ്റുഡൻസ്. അപ്പോൾ CMA USA അല്ല, CMA ഇന്ത്യ കേട്ടോ ഞാൻ പറയുന്നത്. CMA ഇന്ത്യ പെർസ്യൂ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് കാറ്റ് റൂട്ടിന് പകരം എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ റൂട്ട് ചൂസ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് മൈ ടേക്ക് ടുഡേ. ആൻഡ് അതർ തിങ് ഈസ് ഓൾസോ ഫൗണ്ടേഷൻ എക്സാം, ഇന്റർമീഡിയറ്റ് എക്സാം, പിന്നെ 1.25 വർഷം 15 മാസം ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CMA ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. CA ആൻഡ് CMA ഇന്ത്യയുടെ ഡിഫറൻസ് എന്താ അറിയോ, ഫോക്കസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫോക്കസ് ചെയ്യുന്നത് ടാക്സേഷൻ, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്, ഈ 3 പാർട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കോർ പോയിന്റ്സ്. ബട്ട് വെൻ കംസ് ടു CMA ഇന്ത്യയുടെ ഫോക്കസ് പോയിന്റ് ഈസ് കോസ്റ്റിംഗ്. യു നോ വാട്ട് ഈസ് കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദർ ആർ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഇൻ ദ മാർക്കറ്റ്. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ഇല്ലേ, ഈ പറയുന്ന മൈക്ക് അല്ലെങ്കിൽ മൊബൈൽ, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വാട്ട് എവർ, ഇതൊക്കെ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഉണ്ടാവും. ഈ കമ്പനീസിന്റെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്? ഈ മൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോസ്റ്റ് എത്രയാണ്? മേ ബി ഇതിന്റെ കോസ്റ്റ് 1000 രൂപയായിരിക്കും. ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അത് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം, ടാബ്ലേറ്റ് ചെയ്യണം. കൃത്യമായിട്ടൊരു കമ്പനീന്റെ പെർഫോമൻസും പ്രോസസ്സും കംപ്ലീറ്റ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റിംഗ് നമ്മുടെ കയ്യിലുണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എത്രയാണ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഈ കോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് എത്ര പൈസക്കാണ്, എത്രയാണ് ഇതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുക, ഏത് പ്രൈസിനാണ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുക, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു 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 ഏരിയ ആണ് കോസ്റ്റിംഗ്. അപ്പോൾ CMA ഇന്ത്യയുടെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ് എന്ത് ചെയ്യുക, കൂടുതലും CMA ഇന്ത്യക്കാരെ ഹയർ ചെയ്യുക. അവരുടെ ഒരു ഫോക്കസ് പോയിന്റ് ഈസ് കോസ്റ്റിംഗ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് CMA ഇന്ത്യ. ആൻഡ് ദ നെക്സ്റ്റ് കംസ് CMA USA. CMA USAയും അത് എനിക്ക് തോന്നുന്നത് വെരി ട്രെൻഡി കോഴ്സാണ്. ഇപ്പോൾ വെരി ട്രെൻഡി കോഴ്സാണ്. ജസ്റ്റ് 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് CMA USA. എൻ്റെ ടേക്ക് എന്ന് വെച്ചാൽ മൈ അഡ്വൈസ് ഓൺ ദാറ്റ് ഈസ് +2 കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, CMA USA പെർസ്യൂ ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് പെർസ്യൂ ചെയ്യാൻ പറ്റില്ല. ഐദർ യു ഫിനിഷ് യുവർ ഡിഗ്രി ആൻഡ് ഡു യുവർ CMA USA, or instead of taking CMA USA you take CA, ACCA or CMA India. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ when looking at the syllabus of CMA USA അതിൽ അക്കൗണ്ടൻസി ഇല്ല, തീരെ ഇല്ല. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നില്ല. അതുപോലെ തന്നെ ടാക്സേഷൻ ഇല്ല, ഓഡിറ്റിംഗ് ഇല്ല. കോറായിട്ട് ഫൈനാൻസ് ആൻഡ് കോസ്റ്റിംഗ് ഇത് മാത്രം പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് CMA USA. CMA USA മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. CMA USA is a best course. ഒരു 6 months to 1 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷെ +2 കഴിഞ്ഞൊരു കുട്ടി CMA USA എടുക്കുന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ വരാറുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ വരാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫിനോട് എപ്പോഴും പറയാറ്, +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ CMA USA അധികം പ്രൊമോട്ട് ചെയ്യേണ്ട. പക്ഷെ പല കുട്ടികളും ഇൻസിസ്റ്റ് ചെയ്യും. എന്താണ് അവരുടെ താല്പര്യം? പെട്ടെന്ന് കഴിയും, 1 വർഷം കൊണ്ട് തന്നെ കോഴ്സ് കഴിയും, 1 വർഷം കൊണ്ട് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വരുന്നത്. പക്ഷേ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് CMA USA കൊണ്ട് മാത്രം ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് റിസ്കി. പക്ഷെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വെറും +2 മാത്രം കഴിഞ്ഞ് CMA USA 1 വർഷം കൊണ്ട് CMA USA എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷേ ജനറലി അങ്ങനെയുള്ള കുട്ടികൾക്ക് ജോബ് ചാൻസസ് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പേഴ്സണലി എന്ത് ചെയ്യാറില്ല, പ്രപ്പോസ് ചെയ്യാറില്ല. ഇനിയും ആർക്കെങ്കിലും ACC അല്ല +2 കഴിഞ്ഞിട്ട് CMA USA പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നല്ല ലാംഗ്വേജ് പവർ ഉണ്ടാവണം, നല്ല ലാംഗ്വേജ് ഉണ്ടാവണം, നല്ല ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടാവണം, നല്ല സോഫ്റ്റ് സ്കിൽ ഉണ്ടാവണം, നല്ല സിസ്റ്റം പ്രൊഫിഷ്യൻസി ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞാലും CMA USA മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ജോബിന് പോവാം. ദാറ്റ് വിൽ ഫെച്ച് യു സാലറി അറൌണ്ട് 30-40,000 per month.
സോ ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. എൻ്റെ സെഷൻ രണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ്, അത് ഞാൻ നിങ്ങളുടെ പഠനമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ ഏത് ഫീൽഡിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, ഏത് ഫീൽഡിൽ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഈ സക്സസിന്റെ ഇൻഗ്രീഡിയൻസ് ശരിക്കും മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകൾക്കേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഇൻകൾക്കേറ്റ് ഇറ്റ്. അതെന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു, നല്ല ഹാബിറ്റ്സ് ഉണ്ടാവണം, നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവണം, ഫെയിലിയേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റെഡിനെസ് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നല്ല ശക്തമായ അല്ലെങ്കിൽ നല്ല കറേജിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ലൈഫിൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാവണം, നിങ്ങൾക്ക് പെർസിവറൻസ് ഉണ്ടാവണം. ഇങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് നല്ല സ്ഥിരതയോടെ നിങ്ങൾ 1, 2, 3 കൊല്ലം നിങ്ങൾക്ക് ചിലവാക്കാൻ, നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് ദാറ്റ് വാട്ട് യു ഡ്രീംഡ് ഓഫ്. ദാറ്റ് ഈസ് വാട്ട് യുവർ ഫൈനാൻഷ്യൽ ഫ്രീഡം. ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. ആ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനല്ലേ ആ തീരുമാനം, അല്ലേ? ഏത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളത്, +2 കഴിഞ്ഞിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ഇപ്പോഴേ നിങ്ങൾ എടുക്കുക. അതിനുവേണ്ടി എനിക്കറിയാവുന്ന ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സ്കോപ്പാണ് കേട്ടോ. സ്കോപ്പ് ആൻഡ് ഗ്രോത്ത്, 2 കാര്യമാണ് ഇതിലുള്ളത്. ഇന്നലെ മിനിയാന്ന് നമ്മളുടെ ഒരു കണ്ണൂരിലുള്ള ഒരു ബിസിനസ് ടൈക്കൂൺ ഉണ്ട്, ബിസിനസ് മാഗ്നറ്റ് Hasan Khan, Dr. Hasan Kunji. He's a chairman of IIM actually. He's a director of Kannur Airport. He's a director of Asset Homes. He's a sole owner of MedTech company. ഖത്തറിലെ ഏറ്റവും വലിയ മെഡിക്കൽ സപ്ലൈ കമ്പനിയാണ്. അതിന് കൺട്രിയിലെ ഏറ്റവും വലിയ ഇതാണ്. അങ്ങനെയുള്ള ഒരാളോട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസൻ ഖാനോട് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഹസൻ ഖാനിൽ ഒരു ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹസൻ ഖാൻ ചോദിച്ച ചോദ്യം ഇതാണ്. Hasan Khan, there are so many professionals, അല്ലെ? ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. ഈസ് ആക്ച്വലി കിങ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സും എല്ലാം അറിയാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, മെഡിക്കൽ പ്രൊഫഷണൽസിന് അറിയാം, എഞ്ചിനീയറിംഗ് അതർ പ്രൊഫഷണൽസിന് അറിയാം, അതേപോലെ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിനെ അറിയാം. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, among all these professionals, what makes the financial professional different one? ഫൈനാൻഷ്യൽ പ്രൊഫഷനെ എന്താണ് വ്യത്യസ്തനാക്കുന്നത്? അപ്പോൾ ഹസൻക പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഈവൻ ഡോക്ടേഴ്സ് ജോബ് ഈസ് റീപ്ലേസ്ഡ് ബൈ റോബോട്ടിക്സ്, AI. ഇപ്പം നല്ല നല്ല സർജറി, ക്ലിനിക്കൽ പ്രൊഫഷനിലുള്ള സർജറി ഈസ് ഡൺ ബൈ റോബോട്ട്സ്. ഒരു ഡോക്ടർ മാനുവലായിട്ട് ഒരു കീ ഹോൾ അല്ലെങ്കിൽ ഒരു നീ സർജറി ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ആര് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ റോബോട്ട്സ് ചെയ്യുന്നുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതേപോലെ എല്ലാ വർക്കും എന്തുണ്ട്? റോബോട്ട്സും അതേപോലെ AI ടേക്കണം. ആൻഡ് ഓൾസോ ഈവൺ അതർ പ്രൊഫഷണൽസ് ലൈക്ക് എഞ്ചിനീയേഴ്സിൻ്റെയും കുറേയൊക്കെ വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? AI is taken up. But when it comes to finance, ഹസനിക്ക് പറഞ്ഞത് കേട്ടോ, such a person having that much of wisdom and value and experience. ആൾ പറഞ്ഞ ഇതാണ്, I cannot replace the core financial professionals because ഒരു AI cannot read and give the എക്സാക്ട് ഒപ്പീനിയൻ കണക്ടിങ് എവറിത്തിങ്. എന്ന് വെച്ചാൽ ഒരു കമ്പനീൻ്റെ പൊസിഷൻ, ഒരു കമ്പനീൻ്റെ ഇന്റേണൽ പൊസിഷൻ, അതേപോലെ എക്സ്റ്റേണൽ പൊസിഷൻ, ഒരു കൺട്രീൻ്റെ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് അതർ എക്കണോമിക്കൽ പൊസിഷൻസ്, അതേപോലെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ ഒരു അഭിപ്രായം കൊടുക്കാൻ, ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത്. യു ഹാവ് ടു ടേക്ക് അപ്പ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വെരി എക്സോസ്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ ഒരിക്കലും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് AI cannot produce. So in his opinion, what he sees that there is a large scope comes to chartered accountancy and other financial professionals. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞത് എന്താ വെച്ചാൽ, എവറി കൺട്രീസ്, ഈവൻ മിഡിൽ ഈസ്റ്റ്, ഓൾ ദ മിഡിൽ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റിൽ 6-7 കൺട്രീസും എന്ത് ചെയ്തു? ദേ ഹാവ് സ്റ്റാർട്ടഡ് ദെയർ ഓൺ ടാക്സേഷൻ. ഇപ്പോൾ ഇത്രയും കാലം ടാക്സേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. 2018 VAT ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2023 കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ദുബായിലും സൗദിയിലും അതേപോലെ കുവൈറ്റ്, ബഹ്റൈൻ, everyone follows the same. And also even North African countries have started with taxation system now. ഇപ്പോൾ ഈ ഒരു കൺട്രിയിൽ ടാക്സേഷൻ സിസ്റ്റം തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാണല്ലോ, ഇതുവരെ ഒരു കമ്പനിക്ക് അക്കൗണ്ട്സും കാര്യങ്ങളും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നോ കീപ്പ് ചെയ്യണമെന്നോ ഉണ്ടാവില്ല. മറിച്ച് ഒരു ടാക്സേഷൻ സിസ്റ്റം വരുന്നതോടുകൂടി ആ കൺട്രീസിലെ എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അക്കൗണ്ട്സ് റെഡിയാക്കി വെക്കണം, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം, അക്കൗണ്ട്സ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വേണം. സോ ദ സ്കോപ്പ് ഇൻക്രീസ്ഡ് ഇൻ എവറി കൺട്രീസ്. സോ അത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി വളർന്നതുകൊണ്ടല്ല, ടോട്ടൽ കൺട്രി തന്നെ എന്ത് ചെയ്യാണ്? പുതിയൊരു ലോ കൊണ്ടുവരികയാണ്. അതിലൂടെ എന്ത് ചെയ്തു? ഒരുപാട് സ്കോപ്പ് ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് വാട്ട് ദ സ്കോപ്പ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആൻഡ് ACCS ആൻഡ് അതർ പ്രൊഫഷണൽസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഫഷൻ ഇത്രയും
സാലറി കിട്ടുന്നത്, സാലറി എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ സാലറി ഇത്രയും ഹാൻഡ്ഫുൾ ഓഫ് റെമ്യൂണറേഷൻ കിട്ടുന്നത് ഈ ഒരു സ്കോപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല തീരുമാനം എടുത്ത് നിങ്ങൾ വരിക. ആൻഡ് സ്കോപ്പ് എന്ന് മാത്രമല്ല ഗ്രോത്തും, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സ്കോപ്പാണ്, രണ്ട് ഗ്രോത്ത് ആണ്. ഇത് രണ്ടുമാണ് നമ്മളുടെ കോഴ്സിനെ ബാക്കിയുള്ള കോഴ്സസിൽ നിന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വെൻ കംസ് ടു ഗ്രോത്ത്, വാട്ട് ഐ മീൻ ഈസ് ദാറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ACCA-കാരൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലോ വിൽ ബി ടോപ്പ് പൊസിഷൻ ഓഫ് ദാറ്റ് കമ്പനി ഓർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് ചെയ്യാൻ പറ്റും. ഇത് ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിന് കിട്ടുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു സെപ്പറേറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് കാണിക്കുന്നത്. മറിച്ച് അതർ പ്രൊഫഷൻ, യു ടേക്ക് ഡോക്ടേഴ്സ്, യു ടേക്ക് നഴ്സസ്, യു ടേക്ക് എനി അതർ പ്രൊഫഷണൽസ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 10 വർഷം കൊണ്ടൊന്നും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, ഒരു ഹയർ ലെവൽ മാനേജ്മെന്റിന്റെ വർക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 10 lakh പ്ലസ് ആണ് ഒരു 10 വർഷം എക്സ്പീരിയൻസിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു ബേസിക് ഒരു ആവറേജ് സാലറി. സോ ദിസ് ഈസ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അതേപോലെ അവർ വർക്ക് ചെയ്യുന്ന ഡെസിഗ്നേഷൻ ഏതായിരിക്കും അറിയോ, CFO, ചീഫ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ട്സ്, ഹെഡ് ഓഫ് ഫിനാൻസ്, ഈ രീതിയിലുള്ള പോസ്റ്റിലായിട്ട് എന്ത് ചെയ്യാം, ഒരു 10 വർഷം എക്സ്പീരിയൻസിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ ACCs വർക്ക് ചെയ്യാം. സോ ദീസ് 2 things മേക്സ് ദ കോഴ്സ് ഡിഫറെൻറ്റ്. ഏതൊക്കെയാണ്? ഒന്ന് സ്കോപ്പ് വെച്ചാൽ കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടും, ജോലി കിട്ടുന്ന നല്ല ഹാൻഡ്ഫുൾ ഓഫ് റെമ്യൂണറേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഗ്രോത്ത് വരുമ്പോണ്ടല്ലോ നോ അതർ പ്രൊഫഷൻ വിൽ കം ഈവൻ നിയർ ടു അവർ കോഴ്സസ്. ചിലപ്പോൾ ജോലി കിട്ടും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ, നല്ലൊരു സ്ഥലത്ത് MBA കഴിഞ്ഞാൽ യു മേ ഗെറ്റ് ജോബ്, യു മേ ഗെറ്റ് സാലറി അറ്റ് ഫസ്റ്റ്. ബട്ട് ഗ്രോത്തിലേക്ക് വരുമ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഒരു ACCA-കാരനെ റേസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത് പോലും ചെയ്യാൻ പറ്റില്ല, അതർ പ്രൊഫഷൻ എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ടേക്ക് ഓഫ് ദിസ് പ്രൊഫഷൻ. ദാറ്റ്സ് വൈ ദിസ് പ്രൊഫഷൻ ഈസ് ദാറ്റ് മച്ച് വാല്യൂഡ്. എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സാധാരണഗതിയിൽ കുട്ടികൾ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും ഈ കോഴ്സിനെ മാറ്റി വെക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാറ്റി വെക്കാറ്? ഒന്ന്, ഇത് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട്. സത്യത്തിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ വി ദ ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് എനിത്തിങ് എൽസ്. നമ്മൾ മാറാൻ റെഡി ആക്കിയിട്ടുണ്ടെങ്കിലല്ലോ, നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് പുഷ്പം പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിൽ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്ന് സ്ഥിരതയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ പറ്റണം, അതിൽ താല്പര്യം ഉണ്ടാവണം, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഇത് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് വെറുതെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കില്ല, ക്ലാസ്സിൽ വരുന്നുണ്ട് പഠിക്കില്ല, എന്നിട്ട് എക്സാം പാസ്സാണെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. മറിച്ച് ഒരു ക്ലാസ്സിൽ വന്ന് 4-5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ക്ലാസ്സിലിരുന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, this 3 years enough, this 4 years is enough to get that growth, to get that financial freedom. So always understand that human beings are mortal, not anything else. അപ്പോൾ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഓഫ് കോഴ്സ് ലൈഫ് വിൽ ബി വെരി കളർഫുൾ, ലൈഫ് വിൽ ബി ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ഒരിക്കലും ലൈഫ് ബോറിംഗ് ആണ്, ഈ ലൈഫിൽ തീരെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്നില്ല അങ്ങനെ പറയുന്ന ആൾക്കാരാവരുത്. മറിച്ച് ലൈഫ് വിൽ ബി ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ലൈഫ് മസ്റ്റ് ബി ഫുൾ ഓഫ് കളേഴ്സ്. ഇത് ആർക്കുണ്ടാവുന്നറിയോ, കുറച്ച് കാലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാറാൻ തയ്യാറാവണം. ആ മാറ്റത്തിലൂടെ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, ഒരു മാറ്റം വരും. സോ അങ്ങനെ ഒരു മാറ്റം വരുമ്പോണ്ടല്ലോ, യു ക്യാൻ മേക്ക് യുവർ പാരൻസ് പ്രൗഡ്, യു ക്യാൻ ബി ദ ഐക്കൺ ഓഫ് യുവർ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഒരു ഐക്കണായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മാറും. അതിന് വേണ്ടത് ഇതാണ്, നല്ല തീരുമാനം, നല്ല പെർസിവറൻസ്, നല്ല പേഷ്യൻസ്, നല്ലൊരു പ്ലാന്റ്. ഒരു നല്ലൊരു ചെടി നമ്മൾ ഒരു നട്ട് അതിന് വെള്ളവും വെളിച്ചവും കൊടുത്ത് അതിനെന്ത് ചെയ്യുക, വലിയൊരു മരമാക്കി മാറ്റുക. അതേപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ, നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ലൈഫിനെ ഒരു വലിയൊരു മരമാക്കി മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ യൂസ് ദാറ്റ് ടൈം വൈസ്ലി ആൻഡ് പ്രൊഡക്റ്റീവ്ലി. സോ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാണ്, ഇന്നത്തെ ഒരു ജനറേഷനിൽ കൂടുതൽ ആൾക്കാർ എന്താണ്, അടിച്ചുപൊളിയുടെ പുറകിലാണ്. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ ബിഗ് സ്കോപ്പ് ഫോർ യു. ആർക്ക്? നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, നന്നായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികൾക്ക് ദർ ഇസ് എ ബിഗ് സ്കോപ്പ്. അവരെന്ത് ചെയ്യും, ബാക്കിയുള്ളവർ ഈ പറയുന്ന റീൽസിലും മൊബൈലിലും അടിച്ചുപൊളിയിലും എന്ത് ചെയ്യും, ഇങ്ങനെ രമിച്ച് നടക്കും.
നമ്മൾ എന്ത് ചെയ്യും, നല്ല തീരുമാനങ്ങൾ എടുക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചർ സെറ്റാക്കും. ബാക്കിയുള്ളൊരു മോശം എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്, അവരും കൂടി മനസ്സിലാക്കിയിട്ട്, ഇനി നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളും കൂടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, യു ടു കം ടു ദിസ് വേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, ഹൗ ഐ ഷുഡ് ബിൽഡ് മൈ ലൈഫ്, ഹൗ ഐ ഷുഡ് ബിൽഡ് മൈ കരിയർ, ഹൗ ഐ ഷുഡ് ബിൽഡ് മൈ ഫ്യൂച്ചർ. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഈ നല്ല തീരുമാനങ്ങളാണ് നാളെ നിങ്ങളുടെ അസറ്റ് ആയിട്ട് വരിക. That's all for the day. This class may be a life turning point in your life. Thank you. Have a nice day once again.